എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. മൈക്രോഗ്രീൻസിനെ പറ്റി അറിയാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ തന്നെ മൈക്രോഗ്രീൻസിന്റെ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒന്ന്, ചകിരിച്ചോറിൽ എങ്ങനെ മൈക്രോഗ്രീൻസ് വളർത്താം. 2, ടിഷ്യൂ പേപ്പറിൽ വീടിനുള്ളിൽ വെച്ച് എങ്ങനെ മൈക്രോഗ്രീൻസ് വളർത്താം. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്രോഗ്രീൻസ് എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ആ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ 2 വീഡിയോയിൽ നമുക്ക് ഒത്തിരിയേറെ കമൻസ് വന്ന ഒന്നാണ് മല്ലി ഈ രീതിയിൽ വളർത്താൻ സാധിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് ഇന്നിവിടെ മല്ലി മൈക്രോഗ്രീൻസ് വീടിനുള്ളിൽ വെച്ച് എങ്ങനെ വളർത്താമെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ മല്ലി മൈക്രോഗ്രീൻസ് വളർത്താനായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 3 ഇഞ്ച് ഹൈറ്റ് ഉള്ള ഒരു ട്രേ ആണ്. ഇതിന്റെ അടിഭാഗത്ത് ഹോൾസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കുപ്പിയോ ചിരട്ടയോ അങ്ങനെ നമുക്ക് ഉപകാരമില്ലാതെ വെച്ചിരിക്കുന്ന ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ള മണ്ണാണ്. അപ്പോൾ നിങ്ങൾ സാധാ മണ്ണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റും ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് ഇതിനായിട്ട് എടുക്കുക. അതല്ലെങ്കിൽ ഗാർഡനിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റ് മണ്ണ് യൂസ് ചെയ്താലും മതി. ഇനിയിപ്പോൾ മണ്ണ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് മൈക്രോഗ്രീൻസ് ആയതുകൊണ്ട് ഒത്തിരി വളമൊന്നും വേണമെന്നില്ല. ചകിരിച്ചോറ് മാത്രം യൂസ് ചെയ്തും നമുക്കിത് വളർത്താം. അപ്പോൾ നമ്മുടെ ചകിരിയിൽ നിന്നും എങ്ങനെ ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ചകിരിച്ചോറ് കോക്കോപ്പീറ്റ് അതെങ്ങനെ ചെടികൾ നടാൻ വേണ്ടി ഒരുക്കിയെടുക്കാം, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതൊരു 3 ഇഞ്ച് ഹൈറ്റുള്ള പാത്രമാണല്ലോ. ഇതിലൊരു 2 ഇഞ്ച് ഹൈറ്റ് വരെ നമുക്ക് മണ്ണിട്ട് നിറയ്ക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള സാധനം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇതേപോലത്തെ തന്നെ ഒരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്താൽ നമ്മൾ നടുന്ന വിത്തുകളെല്ലാം ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് വളർന്നു വരുമ്പോൾ ഏകദേശം ഒരേ അളവിൽ തന്നെ വളർന്നും വരും. ഇനി ഇതിന് മുകളിലായി നമുക്ക് മല്ലി വിത്തുകൾ പാകി കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കൊത്തമല്ലി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇട്ട മല്ലികൃഷി വീഡിയോയിൽ നിന്നും ഒത്തിരിയേറെ കമൻസിൽ നിന്നും മനസ്സിലായത് പലർക്കും മല്ലി കറക്റ്റായിട്ട് മുളച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിനായിട്ട് മല്ലി വിത്തുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഓർഗാനിക് മല്ലി വിത്തുകൾ വാങ്ങുക. അതല്ലെങ്കിൽ വിത്തിന് വേണ്ടി തന്നെയുള്ള മല്ലി വാങ്ങാൻ കിട്ടും, അത് വാങ്ങുക. അതും അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള മല്ലി വിത്തുകൾ വാങ്ങുക. പിന്നെ കടയിൽ നിന്നും വാങ്ങുമ്പോഴാണെങ്കിലും അതിൻ്റെ ഡേറ്റ് നോക്കി പുതിയതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങുക. മല്ലി മുളച്ച് വരാൻ 10 തൊട്ട് 14 ദിവസം വരെ എടുക്കും. അപ്പോൾ അത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. പെട്ടെന്നൊന്നും മല്ലി നമുക്ക് മുളച്ച് കിട്ടില്ല. ചൂട് കൂടിയ സമയത്ത് മല്ലി മുളച്ച് വരാൻ കുറച്ച് പ്രയാസമാണ്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് മല്ലി നന്നായിട്ട് വളർന്നു വരാൻ നല്ലത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കറികളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ച മല്ലിവിത്താണ്. ഇതൊരു പ്രശ്നവുമില്ലാതെ എനിക്ക് മുളച്ച് കിട്ടുന്നുണ്ട്. ഇനി ഈ മല്ലിവിത്ത് ഒന്ന് കഴുകിയെടുത്തിട്ടാണ് പാകാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. ഈ വിത്ത് നന്നായിട്ടൊന്ന് നനയ്ക്കുക. ഇതിൽ കുറച്ചൊരു നനവൊന്നെത്തുക, അത്രയേ ഉള്ളൂ ഉദ്ദേശം. ഇത് കുതിർക്കാനൊന്നും വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഒത്തിരി പേരും ചോദിക്കുന്ന ഒരു സംശയമാണ് മല്ലിവിത്ത് നടുന്നതിന് മുന്നേ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നടണ്ടേ എന്നുള്ളത്. ഒരു മല്ലിക്കുരുവിനുള്ളിൽ 2 വിത്തുകളാണുള്ളത്. അതുകൊണ്ടാണ് പലരും അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നടണം, എങ്കിൽ മാത്രമേ 2 വിത്തുകളും മുളച്ച് വരത്തുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഇത് മുഴുവനായിട്ട് നട്ടാൽ മതി. ഈ ഓരോ വിത്തിൽ നിന്നും 2 ചെടികൾ വെച്ച് വളർന്നു വരും. അത് തുടർന്നുള്ള ഇതിൻ്റെ വളർച്ചയിൽ ഞാൻ പ്രത്യേകം കാണിച്ചു തരാം. എല്ലായിടത്തും ഏകദേശം ഒരുപോലെ വരുന്ന രീതിയിൽ വിത്തുകളെല്ലാം പാകി കൊടുക്കുക. ഇനി ഇതിന് മുകളിലായി കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. എല്ലാ വിത്തുകളും മണ്ണിനടിയിൽ പോകുന്ന രീതിയിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഒത്തിരി മണ്ണിട്ട് പൊക്കണ്ട, 1/2 സെൻറ്റിമീറ്റർ മാക്സിമം മണ്ണിട്ടാൽ മതി. വിത്തുകളൊന്നും മുകളിൽ കാണരുത്. എല്ലാം മണ്ണിനടിയിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ എല്ലായിടത്തും ഇപ്പോൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മണ്ണ് നനച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം നമ്മൾ അതിശക്തമായിട്ട് ഒഴിച്ചാൽ മണ്ണെല്ലാം മാറിയിട്ട് വിത്തുകളെല്ലാം മുകളിലാവും. അതുമല്ല പല ലെവലിലായി പോവും. അതുകൊണ്ട് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്ത് എല്ലായിടത്തും വെള്ളം നന്നായിട്ട് മണ്ണിൻ്റെ അടിഭാഗം വരെ നനയുന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സ്പ്രേ ബോട്ടിൽ സെറ്റപ്പിൽ വെള്ളം ഒഴിക്കാൻ നമ്മുടെ സാധാ ഒരു കുപ്പിയുടെ അടപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് അതിൽ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ആ സെറ്റപ്പ് നമ്മുടെ ആദ്യത്തെ മൈക്രോഗ്രീൻസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ മണ്ണ് ആദ്യമായിട്ട് നനയ്ക്കുന്നത് കൊണ്ട് കുറച്ചധികം സമയം കുറേശ്ശെ സ്പ്രേ ചെയ്ത് കൊടുത്താലേ അടിഭാഗം വരെ വെള്ളം എത്തത്തുള്ളൂ.
ഇപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വിത്തുകൾ മുകളിലോട്ട് വന്നാൽ അതിന് മുകളിലായി നമുക്ക് വീണ്ടും മണ്ണിട്ട് കൊടുത്ത് അതും ഒന്നുകൂടെ ഒന്ന് നനച്ചു കൊടുക്കാം. ഒരു വിത്ത് പോലും മണ്ണിന് മുകളിലായി നിൽക്കാൻ പാടില്ല. എല്ലാ വിത്തുകളും മണ്ണിനടിയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ മല്ലി മൈക്രോഗ്രീൻസ് വളർത്താനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മുളയ്ക്കാനായി മാറ്റി വെച്ചാൽ മതി. ഇത് അടപ്പുള്ള ഒരു പാത്രമായിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടാണ് മുളയ്ക്കാനായി മാറ്റി വയ്ക്കുന്നത്. ഇതത്ര എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കണമെന്നില്ല, പക്ഷെ നമ്മൾ ഇതൊന്ന് മൂടി വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന് അതിൻ്റേതായ അടപ്പില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടൊന്ന് മൂടി വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇതിനുള്ളിൽ നനവ് നിൽക്കണം. ഈ മണ്ണിന് കറക്റ്റായിട്ട് നനവുണ്ടെങ്കിൽ നമ്മുടെ മല്ലി വിത്ത് കറക്റ്റായിട്ട് മുളച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് തുറന്നിരുന്നാൽ മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആയി പോയിട്ട് ഇത് കറക്റ്റായിട്ട് മുളച്ച് കിട്ടാതെ വരും. അതല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കി ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇത് അടച്ച് വീടിനുള്ളിൽ തന്നെ വയ്ക്കാം. ഏതെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്ത് നമുക്കിത് വയ്ക്കാം. ഒത്തിരി ചൂടുള്ള സ്ഥലത്ത് വയ്ക്കരുത്, ഇത് ഡ്രൈ ആയി പോകും. പിന്നെ ഇത് 1-2 ദിവസങ്ങളിൽ തുറന്ന് മണ്ണിന് നനവുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നനവ് കുറഞ്ഞു പോയാൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി കാണിക്കുന്നത് നട്ടതിന് ശേഷം 8 ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. മല്ലി വിത്തുകൾ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 1-2 ദിവസങ്ങളിൽ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കൽ പോലും വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല. ഈർപ്പം ഒട്ടും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാ മല്ലി വിത്തുകളും മുളച്ചിട്ടില്ല, പക്ഷെ കുറേയൊക്കെ മല്ലി വിത്തുകൾ മുളച്ചിട്ടുണ്ട്. എന്തായാലും മുളച്ചു തുടങ്ങിയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇത് വീണ്ടും അടച്ചു തന്നെ വയ്ക്കുവാണ്. കാരണം പാത്രത്തിന് മുകളിലോട്ടൊന്നും വിത്തുകൾ പൊങ്ങിയിട്ടില്ല, അതുകൊണ്ട് അടച്ചു വെച്ചാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 10ാമത്തെ ദിവസമാണ്. പകുതിയോളം വിത്തുകൾ മുളച്ച് വന്നിട്ടുണ്ട്. ഇലകളൊക്കെ മുകളിലോട്ട് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഒരിടത്തുനിന്ന് തന്നെ 2 ചെടികളാണ് പൊങ്ങി വരുന്നത്. അതായത് ഒറ്റ മല്ലിക്കുരുവിൽ നിന്നും 2 വിത്തുകൾ പൊങ്ങി വരുന്നതാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മല്ലി വിത്തുകൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ വിത്തിൽ നിന്ന് തന്നെ ഇതുപോലെ 2 ചെടികൾ വളർന്നു വരും. ഒട്ടുമിക്ക വിത്തുകളും ഇതുപോലെ തന്നെ 2 എണ്ണം ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അഥവാ ഒന്നേ വന്നിട്ടുള്ളെങ്കിലും അതിൻ്റെ അടുത്ത് തന്നെ ചെറുതായിട്ട് അടുത്തത് പൊട്ടി വരുന്നുണ്ട്. ഇത് മുളച്ച് വരുന്നത് 2 എണ്ണം. ഇനി ഇതിൽ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. വിത്തുകളെല്ലാം മുളച്ച് തുടങ്ങിയത് കൊണ്ട് മണ്ണൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് നനച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചു വയ്ക്കരുത്, കാരണം ഇലകൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന് സൂര്യപ്രകാശം ആവശ്യമാണ്. അപ്പോൾ പുറത്തൊക്കെ വയ്ക്കാൻ സൗകര്യമുള്ളവരും ബാൽക്കണിയൊക്കെ ഉള്ളവർ അവിടെ വെച്ച് വളർത്തുക. ഇതൊന്നും പറ്റില്ലെങ്കിൽ ഇതുപോലെ ജനലിൻ്റെ സൈഡിൽ വയ്ക്കുക. ഞാനിവിടെ ഈ ജനലിൻ്റെ സൈഡിൽ വെച്ചാണ് ഇത് വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് വെയിൽ കിട്ടത്തില്ല, എങ്കിലും ആ പകൽ വെളിച്ചവും കുറച്ചൊരു സൂര്യപ്രകാശവും കിട്ടും. അപ്പോൾ ഈ മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാൻ അത്രയും മതി. പക്ഷെ വലിയ മല്ലിച്ചെടി ആക്കണമെങ്കിൽ സൂര്യപ്രകാശം കിട്ടിയേ പറ്റൂ. ഇങ്ങനെ അകത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റില്ല. ഇനി ഈ മണ്ണിൻ്റെ നനവ് പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെയും വൈകിട്ടും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. മണ്ണ് ഒരിക്കലും ഡ്രൈ ആകാൻ പാടില്ല, നല്ല മോയ്സ്റ്റ് ആയിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ അനുസരിച്ച് ആവശ്യാനുസരണം രാവിലെയും വൈകിട്ടും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ 13ാമത്തെ ദിവസമാണ്. ഒട്ടുമിക്ക വിത്തുകളും മുളച്ച് കഴിഞ്ഞു. ഒരു 2 ഇഞ്ച് ഹൈറ്റ് മിക്ക ചെടികൾക്കും വന്നിട്ടുണ്ട്. നോക്കൂ, ഇപ്പോഴും നമുക്ക് മനസ്സിലാവും ഓരോ വിത്തിൽ നിന്നും 2 ചെടികൾ വെച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 17ാമത്തെ ദിവസമാണ്. ചെടികളെല്ലാം കുറച്ചുകൂടെ ഒന്ന് വളർന്നു. എല്ലാ ചെടികളും 3 തൊട്ട് 4 ഇഞ്ച് വരെ പൊക്കത്തിലായിട്ടുണ്ട്. ഇതിപ്പോൾ മൈക്രോഗ്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം തൊട്ട് ഇത് മുറിച്ച് കറികളിലും സാലഡ്സിലൊക്കെ ഉപയോഗിക്കാം. അടുത്ത ഇലകളും കൂടെ വന്നതിന് ശേഷം നമ്മളത് നിർത്തിയാൽ ഇത് മുന്നോട്ട് വളരില്ല. കാരണം മല്ലിച്ചെടിക്ക് നല്ല സൂര്യപ്രകാശം വേണമെങ്കിലേ ഇത് വളരത്തുള്ളൂ. അപ്പം ഈ ഒരു വളർച്ചയിൽ നമ്മളിത് മുറിച്ച് കറികളിൽ ഉപയോഗിക്കണം. ഇനി ഇത് നിർത്തിയാൽ ഇതിൽ മൊട്ട് വന്ന് പൂക്കളുണ്ടാവും. ഇതിപ്പോൾ ആദ്യത്തെ 2 ഇലകൾ കഴിഞ്ഞിട്ടുള്ള ഇലകൾ വന്നൊരു സ്റ്റേജാണ്. തണ്ട് നന്നായിട്ട് നീണ്ടിട്ട് നമ്മുടെ ശരിക്കുള്ള മല്ലിച്ചെടിയുടെ ഇലയുടെ ഷേപ്പിൽ തന്നെ ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ വളരാൻ അനുവദിക്കേണ്ട. ഈ ഒരു അവസ്ഥയിലെങ്കിലും ഇത് മുറിച്ചെടുക്കണം. അപ്പം നമ്മൾ കറികളിൽ അല്ലാതെ ഉപയോഗിക്കുന്ന മല്ലിച്ചെടി വീട്ടിൽ വളർത്താം. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരൊന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഈ മല്ലി മൈക്രോഗ്രീൻസ് ടിഷ്യൂ പേപ്പറിൽ വളർത്താവോ എന്ന് ഒത്തിരി പേര് ചോദിച്ചിരുന്നു. ടിഷ്യൂ പേപ്പറിൽ ചെയ്താൽ ഇതുപോലെ മുളച്ചു വരും, പക്ഷെ ഇതിലും കൂടുതൽ ഇത് വളരില്ല. ഇതും കൊണ്ട് ഇത് നിന്ന് പോവുകയാണ്, പിന്നീട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മൈക്രോഗ്രീൻസ് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒത്തിരിയേറെ വിഭവങ്ങളുടെ റെസിപ്പികൾ നമ്മൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. ചാനൽ പ്ലേലിസ്റ്റിൽ നിന്നും കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.